ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തെ പറ്റിയിട്ടാണ്. അതായത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് മെത്തഡോളജി എന്നുള്ളതിന്. അതായത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൊവാവി വീഡിയോ എഡിറ്റർ എന്ന സോഫ്റ്റ്വെയറാണ്. ഏറ്റവും ഈസിയും കംഫർട്ടബിളുമായിട്ടുള്ള എല്ലാവർക്കും ഒരു ന്യൂ ബിഗിനർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇൻസ്റ്റാളിംഗ് പ്രൊസീജിയർ ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മൊവാവി വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആദ്യമായി നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു പോർഷൻ, അതായത് ഫയൽ ഇമ്പോർട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫയൽ ഇമ്പോർട്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്ററിലുള്ള ബട്ടൺ ആഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫയലുകൾ, അതായത് വീഡിയോ ആണെങ്കിലും ഓഡിയോസ് ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് അതിന് തൊട്ട് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം നമുക്ക് മീഡിയ ബിൻ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയലുകളെല്ലാം വന്ന് കിടക്കുന്നത് ഈ മീഡിയ ബിന്നിലായിരിക്കും. അതിന് തൊട്ട് താഴെ സൗണ്ട്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ സൗണ്ട് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ള സൗണ്ട്, അത് നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിക് ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നീട് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് മ്യൂസിക്, അതായത് ഇതിൽ സോഫ്റ്റ്വെയർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മ്യൂസിക്കുകളുണ്ട്. ഇതിൽ നമുക്ക് പ്ലേ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇതിന് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് നമുക്ക് പുതിയ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോന്നും പ്ലേ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സാമ്പിൾ വീഡിയോസ്. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കാനായിട്ട് നമുക്ക് ചെറിയ ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ള വീഡിയോസ് നമുക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കാണിച്ചിരിക്കുന്ന സാമ്പിൾ വീഡിയോസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ വീഡിയോ നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തിരി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ചില ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. നമുക്കത് ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്കത് ഇടാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് എഫക്റ്റ് പാക്കേജ്. ഇതെല്ലാം ഡൗൺലോഡിങ് ആവശ്യമായിട്ടുള്ള പാക്കേജാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പേയബിൾ ആയിട്ടുള്ളതുകൊണ്ട് പേ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ എഫക്ട്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഈ വീഡിയോസിന് നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ഫീച്ചേർഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഓൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ എഫക്ട്സും അതിൽ അവൈലബിൾ ആയിട്ട് വരും. അതിൽ നമുക്ക് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഫീച്ചേർഡിൽ നോക്കുകയാണെങ്കിലും നമുക്ക് പല രീതിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള എഫക്ട്സുകൾ കാണാം. ഫ്ലൈയിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ്. പിന്നെ മറ്റൊന്ന് നോയ്സിൽ അതെല്ലാം ഒരു ഗ്രെയിൻസ് രീതിയിലുള്ള എഫക്റ്റുകളാണത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് ഇൻവേർട്ടഡ് ഇമേജായിട്ട് കാണുന്നു. മറ്റൊന്ന് ആർട്ടിസ്റ്റിക്, അതായത് ഇതിൻ്റെ കളർ കൂടുതലായിട്ട് കാണാം. പിന്നെ ബ്ലർ, അതുപോലെ തന്നെ കളർ ഫിൽറ്റേഴ്സ്, പിന്നെ ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ ഇമേജിലൂടെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഫ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണത്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ലൈറ്റ് ലേക്സ്. ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എഫക്റ്റുകളാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊടുക്കാൻ പറ്റുന്ന കുറേ എഫക്റ്റുകളാണ്. ഇത് ബ്ലറായിട്ടുള്ള ഒരു എഫക്റ്റ്, ലൈറ്റ് ലീക്സ്, പിന്നൊന്ന് മൊസായിക്ക്, റെട്രോ, വിഗ്നെറ്റ്സ്. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ആക്ച്വലി എഡിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ആർട്ടിസ്റ്റിക് രീതിയാണ്, അതായത് ഒരു കലയാണത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ
ജോയിൻ്റ് ആവുന്ന ആ ഒരു പോർഷൻ, അതായത് ഒരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില എഫക്റ്റുകളാണ്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഇമേജ് മറ്റൊരു ഇമേജ്, ഇപ്പോൾ 2 ഇമേജ് നമുക്ക് ഒരു ഓപ്പണായിട്ട് വരുന്നതും അല്ലെങ്കിൽ മറ്റൊന്ന് ക്ലോസ് ആവുന്ന ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിലുള്ള ഈ ഒരു എഫക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ബ്ലർ ആവുന്ന മോഡൽ, അതുപോലെ തന്നെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ആവുന്ന രീതി. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പല ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫീച്ചേർഡ്, പാരലാക്സ്, ആർട്ടിസ്റ്റിക്, ഫെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ഫെയ്ഡ് ഇൻ ആവുന്നു, പിന്നീട് അടുത്ത ഒരു ഇമേജ് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെയ്ഡ് ഔട്ട് ആവുന്നു. അതുപോലെ തന്നെ ബ്ലർ, അതായത് ഒന്ന് ബ്ലറായി പിന്നെ മറ്റേത് നല്ല രീതിയിലുള്ളൊരു ഇമേജായിട്ട് മാറുന്ന അത്തരം എഫക്റ്റുകളുണ്ട്. പിന്നീട് സർക്കിളായിട്ട് മാറുന്നു. പിന്നെ അതുപോലെ ജിയോമെട്രിക്, റിപ്പിൾ റാപ്പ് എന്നിങ്ങനെ. പിന്നെ മറ്റൊന്ന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം ടെക്സ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സിനിമയെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, അതായത് എഴുതി കാണിക്കും, പേരുകൾ എഴുതി കാണിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലും അതുപോലെ പേരുകൾ എഴുതി കാണിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഒരു കോർണറിലോ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിലോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ടെക്സ്റ്റിൽ തന്നെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളത് ഡ്രാഗ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് എത്ര ടെക്സ്റ്റ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ടെക്സ്റ്റിൽ തന്നെ പല തരത്തിലുള്ള ടെക്സ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതായത് സോഫ്റ്റ്വെയർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതായത് ഫീച്ചേർഡ്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ബേസിക്കിൽ പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ, ആർട്ടിസ്റ്റിക്. ഇപ്പോൾ നമുക്ക് കാണാം, അതായത് നമുക്ക് സിനിമയിലെല്ലാം എഴുതി കാണിക്കുന്ന പോലെയുള്ള ടെക്സ്റ്റുകൾ. ഇതെല്ലാം ഓരോ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച്, നമ്മുടെ ആ ഒരു ലോജിക്ക് അനുസരിച്ച്, നമുക്ക് സെൻസ് അനുസരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇതിൽ ഓരോന്നിലും ഓരോ തരത്തിലാണ് ടെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയാണ്. അതായത് നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് വേണ്ടത് ആവശ്യമുള്ള ആ ഒരു മോഡൽ ഡ്രാഗ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ താഴെ ടെക്സ്റ്റ് ടി എന്ന് കാണിച്ചിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ ഡ്രാഗ് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ മതി. പിന്നീട് അതിൻ്റെ ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണിത്. ഇത് മറ്റൊരു ടെക്സ്റ്റ് മെത്തഡ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും. എഫക്റ്റ് മീൻസ് നമുക്ക് കുറേ സിമ്പിൾസ് അല്ലെങ്കിൽ ഇമോജീസ്, ഇതെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോസ് കാണിക്കാം, അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഒരു സർക്കിൾ വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഭാഗം ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പിന്നീട് നമുക്ക് അതിൻ്റെ ലെങ്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കുറക്കാം. ഇതെല്ലാം നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൽ തന്നെ പലവിധ ഓപ്ഷൻസ് ഉണ്ട്. കോമിക്സ്, അതുപോലെ തന്നെ സമ്മർ, പിന്നെ അതിൽ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഇമോജീസ്, ഒബ്ജക്ട്സ്, ട്രാവൽ, ലവ്, മാസ്ക്, പിന്നെ സ്കെച്ച്, ഷേപ്സ്, ഹൈലൈറ്റ്സ്, ആരോസ് എന്നിങ്ങനെ. പിന്നീട് അവസാനമായി നമ്മൾ നോക്കുന്നത് അതിൻ്റെ സെറ്റിങ്സ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ വീഡിയോ എഡിറ്റിംഗ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇതിൽ ഡ്രാഗ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അതായത് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ്, ഓവർലേ, പാൻ ആൻഡ് സൂം, സ്റ്റെബിലൈസേഷൻ, ആനിമേഷൻ എന്നിങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്കൊരു വീഡിയോ ഇത് ഡ്രാഗ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്താണോ അത് വരുന്നത് എങ്ങനെയാണെന്നുകൂടി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാം.
അപ്പോൾ ഇതെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആ ഫയൽ ഇമ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിലാണ് നമ്മൾ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. സെലക്ട് ഫയൽസ് അല്ലെങ്കിൽ ആഡ് ഫയൽ. അപ്പോൾ ഈ ആഡ് ഫയൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനു മുമ്പായിട്ട് ഈ ആഡ് ഫയൽസിൻ്റെ തൊട്ട് താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണും. അതായത് വീഡിയോ റെക്കോർഡ്, ക്യാപ്ചേർഡ്, ക്വിക്ക് വീഡിയോ എന്നുള്ള വീഡിയോസ്. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ തന്നെ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആഡ് ഫയൽസ്, നമ്മൾ മുൻപ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഈ ആഡ് ഫയൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഏത് ഫയലാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ഇവിടെ ഷോ ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇവിടെ കുറച്ച് വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിലൊരു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ആ വീഡിയോ ഈ മീഡിയ ബിൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് കിടക്കുന്നു. പിന്നീട് ഇത് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ വീഡിയോസ് എന്ന ഭാഗത്ത് കൊണ്ടിടുക. ഇപ്പോൾ അത് നമുക്ക് ആ ഒരു വാച്ചിങ് ഏരിയയിലും നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ സ്പേസ് ബാർ അടിച്ച് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അതായത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇട്ട ആ വീഡിയോ പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇതിൽ എന്തെല്ലാം എഫക്റ്റുകൾ വേണമോ അതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആ വീഡിയോയ്ക്ക് നൽകാൻ സാധിക്കുന്ന എഫക്റ്റുകളെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും, ഓവർലേ, ഇങ്ങനെയുള്ള പലത്. ഇതിലിപ്പോൾ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ ആ ഒരു ആരോ കൊണ്ടുവച്ചതിന് ശേഷം ആ സിസേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കട്ടാവും. പിന്നീട് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ആ സിസേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും കട്ടായി. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുന്നതിന് ആ ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗം, വീഡിയോയുടെ ഭാഗം ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം ഡിലീറ്റ് ആയി കഴിയും. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ അൺഡു ചെയ്യുമ്പോൾ ആ വീഡിയോ പഴയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിലൊരു ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് കൊണ്ടിട്ടു. പിന്നീട് ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം, മ്യൂസിക് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഒരു മ്യൂസിക് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് മ്യൂസിക് എന്ന് പറയുന്ന ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൊണ്ടിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ മ്യൂസിക് കൂടെ അതിൽ ആഡാവുന്ന കാണും. അതായത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. പിന്നീട് നമുക്ക് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കതിൻ്റെ ടെക്സ്റ്റ് എങ്ങനെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. അതുപോലെ സൗണ്ട് ചേഞ്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇതിൽ കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഭാഗം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.